ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, നമുക്കിത് ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി ബനാന പാൻകേക്ക് റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പാൻകേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിപ്പയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡറിന് പകരം 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി 1/4 ടേബിൾ സ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പൊടിയെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയുടെയൊക്കെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഏലക്കപ്പൊടി ചേർത്താലും മതിയാവുമേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്നത് ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴത്തിന് പകരം റോബസ്റ്റ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഏത്തപ്പഴം കളയണ്ടല്ലോ എന്ന് ഓർത്ത് എടുത്തതാണ്. വെറുതെ പഴുത്ത് നമ്മൾ കളയുമല്ലോ. നന്നായിട്ട് പഴുത്ത പഴമാണ്, തൊലിയൊക്കെ കറുത്തിരിക്കുന്ന ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയിലോട്ട് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിന് പകരം മിക്സിയുടെ ജാറിലോട്ട് ഏത്തപ്പഴത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവേ. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. മൊത്തം ഞാൻ ഒരു 1.25 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തപ്പഴവും മുട്ടയും കൂടെ അടിച്ചു വെക്കുന്ന ആ കൂട്ടിലോട്ട് ഇതോടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. മൈദയുടെ ആ കൂട്ടി ഞാൻ മുട്ടയും ഏത്തപ്പഴവും കൂടെ അടിച്ചു വെച്ചിട്ട് മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒത്തിരി അങ്ങ് ലൂസായി പോകല്ലേ. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാൻ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെ തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കുന്നത് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരം ഇച്ചിരൂടെ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ലേ. ഇനി ഒരു പാന് ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 തവി മാവ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാൻ കേക്ക് തയ്യാറാക്കാനായിട്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഒരു വശം നല്ല കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനകത്ത് ഇച്ചിരി നെയ്യൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം അങ്ങനെ തയ്യാറാക്കി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക്